ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയ പ്രമോ വിശേഷങ്ങളിലേക്കും നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കേട്ടാലോ. അപ്പോൾ തുടങ്ങാം. അപ്പോൾ രവതിനെ കാണാൻ വേണ്ടിയിട്ടും മാപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ടും വന്ന ശരത്തിനെ സുധി ബലമായിട്ട് പിടിച്ച് ബാഗൊക്കെ പരിശോധിക്കും. ബാഗിലൊന്നും കിട്ടില്ല എന്നറിയുമ്പോൾ രവതി ഒന്നും വേണ്ട വേണ്ട പറഞ്ഞ് പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ദേഹം മൊത്തം പരിശോധിച്ചിട്ട് അവനെ ഇറക്കി വിടുന്ന സീനാണ് കാണിച്ചത്. വല്ല കുറ്റവാളിനെ പോലെ അവൻ്റെ ഷർട്ടിൽ പിടിച്ച് ഇറക്കി വിടുമ്പോൾ ഉന്തി വിടുമ്പോൾ നേരെ അവൻ പോയി വീഴുന്നത് സച്ചിയുടെ കൈകളിലാണ്. സച്ചി എന്നിട്ട് ദേഷ്യത്തിൽ സച്ചിനെ കണ്ടതും സുധിക്ക് പേടിയായി. സച്ചി നേരെ വന്നിട്ട് സച്ചിയും ശ്രീകാന്തും ഉണ്ട്. സച്ചി വന്നിട്ട് ക്ഷമ ചോദിക്കാൻ വന്ന അവനെ നിങ്ങൾ ഇറക്കി വിട്ടില്ലേ? ഇത്രയൊക്കെ ഉണ്ടോ നിൻ്റെ പഠിത്തം? ഇത്രയൊക്കെ പഠിച്ചിട്ട് നിനക്ക് എന്താ? നീ ഇത്രയൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം ഉണ്ടായത്? എങ്ങനെ ഒരാളോട് പെരുമാറുന്നത് നിനക്ക് അറിയില്ലല്ലോ എന്നൊക്കെ വെച്ച് ചൂടാവുന്നത് സീനുകളാണ്. പിന്നെ സച്ചി നന്നായിട്ട് എല്ലാവരോടും ദേഷ്യപ്പെടുന്നുണ്ട്. അവൻ ചെയ്ത തെറ്റിനാണ് അവൻ മാപ്പ് ചോദിക്കാൻ വന്നത്. അവനത് തെറ്റ് ചെയ്തു, അതായത് അവിടെ കഴിഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾ പിന്നെയും അത് എടുത്തിട്ട് അവനെ പോലീസിൽ ഏൽപ്പിക്കണം എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരമുണ്ട്? അങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കും ശ്രീകാന്തിനും അവകാശപ്പെട്ട 50 ലക്ഷം അടിച്ചുകൊണ്ട് പോയി ഇവനെ ഞാൻ എന്താ പറയേണ്ടത്? ഇവനെല്ലാം ആദ്യം പോലീസിൽ ഏൽപ്പിക്കേണ്ടതൊക്കെ എന്ന് ചോദിക്കും. അതൊക്കെ കേൾക്കുമ്പോൾ അവനെ ശ്രുതി തല്ലും ചെയ്തിട്ടുണ്ട്. ശ്രുതിക്കും അവൻ സച്ചി കൊടുക്കേണ്ട മറുപടി തക്ക മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ പറയും. അതിലവൻ്റെ വായ അടയ്ക്കും. പിന്നെ രവതി വിഷമിച്ചിട്ട് അവൻ പോകാൻ നിൽക്കുമ്പോൾ സച്ചി പറയും, നീ നിൻ്റെ ചേച്ചീനെ കാണാൻ വന്നതാണെന്ന് വെച്ചാൽ നീ ഇവിടെ നിൽക്കും, ചായ കുടിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി പറയും. അപ്പോൾ രവതി അവനെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുത്തിട്ടാണ് പിന്നെ അവൻ പോവുക. സച്ചി ചന്ദ്രമതിക്ക് വായ അടയ്ക്കണ പോലെ മറുപടി കൊടുക്കും. പക്ഷേ രവീന്ദ്രൻ ഒന്നിനും ഇടപെടാതെ ഒരു ഇതായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് വിഷമം. രവതി നല്ല വിഷമിക്കുന്ന സീൻസൊക്കെയാണ് കാണുന്നത്. പിന്നെ ഉള്ളത് ശ്രീകാന്തിനെ ശ്രുതിയുടെ അച്ഛൻ്റെ ആൾക്കാർ വന്നിട്ട് തല്ലുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത്. ഇത് തല്ല് കിട്ടുമ്പോൾ ശ്രീകാന്ത് കുറച്ചൊക്കെ അടി കൊടുക്കും. പക്ഷേ ശ്രീകാന്ത് തല്ലുകൊള്ളുന്ന ആ സീനിലാണ് സച്ചി കടന്നു വരുന്നത്. സച്ചി എന്നിട്ട് അവർ വേഗം പോയി ശ്രീകാന്തിനെ രക്ഷിക്കും. അവർക്ക് നല്ല അടിയൊക്കെ കൊടുക്കും. ആ അടിക്കുന്നതിൽ അവസാനം പെടുന്ന ആളിൽ നിന്ന് സച്ചി ആര് കാരണമാണ് ഇതൊക്കെ ചോദിക്കും. അപ്പോൾ ഇയാൾ കാരണമാണ്, മധുസൂദനൻ കാരണമാണെന്ന് മനസ്സിലാവുമ്പോൾ സച്ചി എന്തിനാ അച്ഛൻ്റെ പ്രശ്നം കാരണമാണോ അയാൾ നിന്നോട് വഴക്കിടുന്നത്? എന്തെങ്കിലും വേറെ പ്രശ്നം ചോദിക്കുമ്പോൾ അത് കുഴപ്പമില്ല ഏട്ടാന്ന് പറയുമ്പോൾ ഇല്ലാതെ തീർക്കണം പറഞ്ഞിട്ട് അവൻ വണ്ടി എടുത്തിട്ട് നേരെ പോയിട്ട് അയാളെ തല്ലുന്ന സീനൊക്കെയാണ് ഇനി വരുന്നത്. ശ്രുതിയായിട്ടുള്ള ബന്ധമൊക്കെ സച്ചി അറിയും. സച്ചി എന്നിട്ട് ശ്രീകാന്തിനെ വാൺ ചെയ്യും, ഇനി അവളുമായിട്ട് ഒരു ബന്ധം നമുക്ക് വേണ്ട, അവരുടെ മകളുമായിട്ട് നമുക്കൊരു ബന്ധം വേണ്ട എന്നൊക്കെ പറയും. ആ സീനുകളൊക്കെയാണ് കാണുന്നത്. നാളത്തെ എപ്പിസോഡിൽ സച്ചി എന്തായാലും ചന്ദ്രമതിക്കും ശ്രുതിക്കും ആവശ്യത്തിനധികം കൊടുക്കുന്ന സീനുകളാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.